ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ ഫസിയാസൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ചെയ്യും, അതുപോലെ തന്നെ ലൈവ് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു വീഡിയോസ് ഞാൻ ഇടലുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലായാലും എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മാറ വേല, അതുപോലെ തന്നെ കാവശ്ശേരി പൂരം എന്നുള്ളൊരു കമ്പയർ ചെയ്തിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടോക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എനിക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കര ഇറിറ്റേഷനാണ് ശരിക്കും. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു വിഷമം. ശരിക്കും എന്തിനാണ് ഇങ്ങനെയെന്നുള്ളൊരു വിഷമം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ അതൊരു ആചാരപ്രകാരം ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു വെടിക്കെട്ട് എന്നുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ അങ്ങനെ ടോക്കിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ജനിച്ച് വളർന്ന നാട് ആലത്തൂരാണ്. പക്ഷെ ഞാനിപ്പോൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് വന്നത് നെന്മാറയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇടങ്ങേറ്. നമ്മുടെ സ്വന്തം ജില്ലയിൽ ഒരുപാട് ദൂരമൊന്നുമില്ല ആലത്തൂർ നെന്മാറയായിട്ട്. കുറച്ച് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഈ രണ്ടിടത്ത് നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തിനാണ് ഒരു ഫൈറ്റ് എന്നാണ് എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഇപ്രാവശ്യം കാവശ്ശേരി പൂരത്തിന് നല്ല രീതിയിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ജീവൻ ആപത്തില്ലാത്ത രീതിയിൽ, വരുന്ന മനുഷ്യന്മാർക്ക് ജീവൻ ആപത്തില്ലാത്ത രീതിയിൽ ഈ ഒരു വെടിക്കെട്ട് എന്ന് പറയുന്ന സംഭവം കാരണം ഒരു കുടുംബം പോലും അനാഥമാവാനോ അല്ലെങ്കിൽ ഒരു കുടുംബനാഥനോ അല്ലെങ്കിൽ കുട്ടികളോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് നടക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്. ദൈവം സഹായിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. അതുപോലെ തന്നെ നെന്മാറ വേലയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇവിടെ ചെയ്തതിനേക്കാളും 100 ഇരട്ടി അങ്ങനെ ചെയ്യണം അങ്ങനെയുള്ളതൊന്നുമല്ല. അത് ആ ഒരു ആചാരപ്രകാരം അങ്ങനെ അത് ഭംഗിയായിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടറിവാണ്, നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. എങ്കിൽ കൂടെ ഈ വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നടക്കുമ്പോൾ അതിന് എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടുള്ളൊരു അറിവാണ് കേട്ടോ. എനിക്കും അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിൽ കൂടെ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 വർഷമായിട്ട് നെന്മാറ വേലയ്ക്ക് മഴ ഒരു കാരണമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ജനങ്ങളെന്ന് പറഞ്ഞാലും പോരാ, പലയിടത്തുനിന്നും എപ്പോഴും വരുന്ന ആളുകളാണ്. അവർ എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ വന്ന് ഇങ്ങനെ കാണാൻ സാധിക്കാതെയും പല വിഷമങ്ങളും പല പരാതികളും പറയുന്നത് നമ്മൾ കേട്ടു. പിന്നെ ജനങ്ങളെന്ന് പറയുമ്പോൾ അമ്മാതിരി ജനങ്ങളാണ്, നിൽക്കാൻ പോലുള്ള സ്ഥലമില്ല. അത് പൊതുവേ അങ്ങനെയാണ്. നമ്മുടെ അവിടെ അതിനുള്ളൊരു സ്പേസ് കുറവാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലായിട്ട് അവരെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേര് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാളുടെ ജീവന് ആപത്തില്ലാത്ത രീതിയിൽ ഒരു കാര്യം. പിന്നെയെന്ന് പറയുമ്പോൾ ആനൻ്റെ കാര്യം. ആന ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു കാര്യങ്ങൾ. പിന്നെ ഒന്നാമത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ രാവിലെ 12 മണി മുതൽ എത്ര സമയമാണെന്നറിയോ അതുകൾ ആ ഒരു വെയിലത്ത്. പക്ഷെ അവർ ബാക്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. അവർ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ കൂടെ എന്താ പറയുക, അതൊരു മിണ്ടാപ്രാണിയാണല്ലോ. അതിൻ്റേതായ കുറേ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, വിശപ്പും കാര്യങ്ങളും ചൂടും കാര്യങ്ങളൊക്കെയല്ലേ. പിന്നെ അതിനിടയ്ക്ക് ഈ കുഞ്ഞു മക്കളെയും കൊണ്ടടക്കം ഈ ആനൻ്റെ കാൽച്ചുവട്ടിൽ പോയി നിന്ന് അവരെ ഒരുമാതിരി എന്താ പറയുക, ശരിക്കും സ്വന്തം ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ മനുഷ്യന്മാർ എന്ത് ചെയ്യണത്, അതിൻ്റെ കാൽച്ചുവട്ടിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം ബോധമുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ മനുഷ്യന്മാർ എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല? ഈ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ ആനയ്ക്ക് ഏത് സമയത്ത് അവരുടെ മൈൻഡിനനുസരിച്ച് അത് മാറും. അപ്പോൾ ആ സമയത്ത് ഇന്നലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഷോക്കായിപ്പോയി. കാരണം
ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും കുഞ്ഞു കുഞ്ഞു കുട്ടികൾ തോളിലും മൊക്കിലും ഒക്കെ ആയിട്ട് ഒരു വയസ്സ് 5-6 മാസമൊക്കെ ആയ കുട്ടികളെയും കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആനയുടെ അടുത്ത് പോയി നിന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു വിഷമവും ഒരു 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 ചെറിയൊരു ദേഷ്യവും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതായത്. കാരണം ഒരിക്കലും അത് എന്താ പറയുക, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഈ മനുഷ്യന്മാർ ഏത് കാലത്താണ് ഈ മനുഷ്യന്മാർ മാറുക? അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വേലയ്ക്ക്. ആർക്കും ജീവനാപത്ത് എന്ന് പറയാൻ ഈ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം എവിടത്തെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എങ്കിലും ഒരു മരണം സംഭവിച്ചിരുന്നത് അമ്പലക്കുളത്തിലാണ്. അത് എന്താ പറയുക, കാല് വഴിക്കിയതാണോ ഇനിയിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉറക്കം തൂങ്ങിയതാണോ എന്നൊന്നും അറിയില്ല. എങ്ങനെയോ അത് ഒരു മരണം സംഭവിച്ചത്. ഒരു പ്രായമായിട്ടുള്ള ഒരാളാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഈ വെടിക്കെട്ടിൻ്റെ പേരിൽ ഒരു 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 വഴക്കിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിൻ്റെയോ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കത് എത്ര ഹൈ ലെവലിൽ അത് പൊട്ടിക്കണോ അതിനനുസരിച്ച് നമുക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നതിലപ്പുറത്തേക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് നാട്ടായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആർക്കും ആപത്തില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആനൻ്റെ കാൽച്ചുവട്ടിൽ പോയി നിന്നിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വെടിക്കെട്ട് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടും കമ്മിറ്റിക്കാരനെയോ അല്ലെങ്കിൽ വേലനെയോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവനവനായിട്ട് വരുത്തി വയ്ക്കുന്ന അപകടങ്ങളാണ്. ഓക്കെ, ആരും പറയുന്നില്ല നിങ്ങളോട് എന്ത് അവിടെ പോയി നിൽക്കുക ഇവിടെ പോയി നിൽക്കുക. അവർ പരമാവധി അവർ പോലീസുകാരാണെങ്കിലും അല്ലെങ്കിൽ അവരെ നേരത്തെ കാലത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കാനും ഇതാക്കാനും പറ്റും അതിനനുസരിച്ച് ശ്രദ്ധിക്കുക എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇനിയുള്ള സമയത്തെങ്കിലും എന്ത് ചെയ്യുക, അതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി പെരുമാറാനും അത് ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നെന്മാറയാണെങ്കിലും കാവശ്ശേരി ആണെങ്കിലും എല്ലാം നമ്മുടെയാണ്, നമ്മുടെ പാലക്കാട്ടുകാരുടെയാണ്. അപ്പോൾ അതിനിടയിൽ കിടന്നിട്ട് ഒരു വഴക്കിൻ്റെ ആവശ്യം തീരെ ഇല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതത്ര ഒരു അവർ ശരിക്കും നമ്മളെ കളിയാക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ ഒരു സംഭവം കൊണ്ട്. ഇത്ര അടുത്തുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ നമ്മളെങ്ങനെ ശരിയാവും? അതുപോലെ കുറേ വീഡിയോസ് കണ്ടു. നമ്മുടെ തൃശ്ശൂരിലുള്ള കുറേ ചേട്ടന്മാർ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. കാരണം അവർക്ക് പോലും അത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് പോലെ ബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബ് അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും പ്രയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അതങ്ങനെ പ്രയോഗിക്കുമ്പോൾ വരുന്നത് നമ്മുടെ ഹൈപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതലും ബുദ്ധിമുട്ടാവുന്നത് ഇതിൻ്റെ ഭാരവാഹികൾക്കും കമ്മിറ്റിക്കാർക്കും അതുപോലെ നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെയുള്ള അവരെ പോലെയുള്ളവർക്കൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് ആ പണിക്കാർ അവിടെ ആ പൊരി വെയിലത്ത് നിന്ന് പണി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ് അത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് അതിൻ്റേതായ ഒരു മാനസിക പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. കാരണം അവർ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് മഴ രാവിലെ രാത്രിയാണെങ്കിലും പുലർച്ചയ്ക്കാണെങ്കിലും മഴയുണ്ടായിരുന്നു. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കൊണ്ട് പറ്റാവുന്നതിന് പരമാവധി അവരത് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അവരെ നമുക്ക് ഒരിക്കലും ഒരു ഇത് പറയാൻ പാടില്ല. പിന്നെ എവിടെയെങ്കിലും പോയി നിന്ന് നമ്മൾ അടുത്ത് പോയി നിൽക്കുന്നതല്ല, അത് എത്രയോ കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നിട്ടാണ് നമ്മളത് എന്ത് ചെയ്യണം, ഒരുപാട് ദൂരം നിന്നിട്ടാണ് നമ്മളത് കാണുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ആന അതുപോലെ വെടിക്കെട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒരുപാട് തിരക്കും തിക്കൊന്നും എനിക്ക് അത്ര എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവന് ആപത്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളൊരു മൈൻഡിലേക്ക് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വഴിക്ക് പോക്കില്ല. ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ തിരക്കുണ്ടാവില്ല, പിന്നെ വെടിക്കെട്ട് ആനയൊന്നും ഇല്ല എന്നുള്ളൊരു ഇതിലാണ്. നമ്മൾ എല്ലാ വർഷവും അങ്ങനെ പോവാട്ടെ. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നമ്മളെ സംബന്ധിച്ച് എന്താ ആ പന്തലൊന്ന് കാണണം, ലൈറ്റും കാര്യങ്ങളൊന്ന് കാണണം. പിന്നെ അവിടെ ചുറ്റുഭാഗമുള്ള ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതിനപ്പുറത്തേക്ക് നമുക്ക് അതൊന്നും അല്ല. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ നമ്മുടെയാണതെല്ലാം. അപ്പോൾ അത് ഒന്ന് പോയി കാണുക, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പറയാൻ മൈൻഡിൽ വന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയുള്ള കാലത്തെങ്കിലും ഇനി നടക്കാൻ പോകുന്ന കാലത്തെങ്കിലും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരവർ ചെയ്യുക. അതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റേതായ റെസ്പെക്റ്റോടുകൂടി കാണുക, അത് ആ വഴിക്ക് കൊണ്ടുപോവുക. അതിനിടയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം. ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അവരങ്ങനെ നമ്മളിങ്ങനെ നമ്മളങ്ങനെ അങ്ങനെയുള്ളൊരു ടോക്ക് എന്ത് ചെയ്യണ്ട,
അത് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്കറിയാം കാലങ്ങളായിട്ടുള്ള ആ ഒരു ബിൽ പവർ അത് കാരണം അന്നൊന്നും ഇത്രത്തോളം കണ്ടീഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള അനുമതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് അത്ര ഇതില്ല. പക്ഷേ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ല നഷ്ടമല്ലാതെ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജീവനും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. ഓക്കെ. അപ്പോൾ ഞാനെന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നേരിട്ട് പോയി കാണുന്നതിനേക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ വീഡിയോസ് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്ര വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഞാൻ അതാ വിചാരിക്കുന്നത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി കാണുന്നതിനേക്കാളും ഭംഗിയായിട്ട് നമുക്ക് ഈ ഫോണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാ വിചാരിച്ചത് എന്താ വെച്ചാൽ എന്തിനാ വെറുതെ അവിടെ പോയി വെറുതെ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കാറുണ്ട് ചില സമയത്ത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആനയും ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നുള്ള സമയത്ത് നമ്മൾ ആ വഴിക്ക് പോക്കില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് തന്നെയാണ് പോയത്. പോയി കണ്ടു. പക്ഷേ ഇന്നലെ 3ാമത്തെ ദിവസം ആണെങ്കിൽ കൂടി ശരിക്കും നെന്മാറ വേലൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ 2-ാം തീയതി മുതൽ ഇടാൻ തുടങ്ങും. 2-ാം തീയതി ഇടാം. അതിൻ്റെ മുമ്പ് സാമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് ഇടാറുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ ആളുകൾ പോയി തുടങ്ങും ഈ പന്തൽ കാണാനൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം പിന്നെ 2ാമത്തെ ദിവസം ഇന്നലെ 3ാമത്തെ ദിവസമായിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ എങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാതിരി തിരക്കായിരുന്നു അറിയോ. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് നേരം അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് റൗണ്ട് അടിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും നമുക്ക് പറ്റിയില്ല. കാരണം അത്രയും തിരക്കായിരുന്നു ഇന്നലെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടി ഒരു 5-6 മാസമായിട്ടുണ്ടെന്ന് ആ തിരക്കിൽ കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അതിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് വല്ലാതായിപ്പോയി. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ ശരിക്കും ഈ ചങ്ങല എന്ന് പറയുന്നത് പോലെ ഒരാളുടെ കൈ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത് തിരക്കിൽ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നത്. അത്രയും തിരക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും മനസ്സിലാവില്ലാത്തൊരു ആവലാതിയായി. കാരണം എങ്ങനെ ഈ തിരക്കിൽ കൂടെ ആ കുട്ടി പോകും എന്നുള്ളൊരു ഇതായിരുന്നു നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയുള്ള സമയത്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ടാന്ന് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക. അവനവൻ്റെ ജീവൻ എന്താ പറയുക ഒരു വിലയില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യരുത് ആക്കരുത്. പിന്നെ തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ നേരത്തെ കാലത്തെ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇതാവാനും നിൽക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യവും കാരണവും ഇല്ലാതെ എന്ത് ചെയ്യില്ല, ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ ആരും ആരെയും കുറ്റപ്പെടുത്താതെയും എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിക്ക് പോവുക. നമ്മളെല്ലാവരും ഒന്നാണ്. ആ ഒരു ഇത് എല്ലാവർക്കും വേണം. നമ്മൾ നമ്മളുടെ ഒരു ഇതിലുള്ള എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അയൽ ജില്ലക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തമാശയ്ക്ക് പോലും എന്ത് ചെയ്യാൻ കുത്താനോ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയാനോ കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ പുച്ഛിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ദൈവം അവരവരുടേതായ രീതിയിലുള്ള ഓരോ കഴിവുകളായാലും അല്ലെങ്കിൽ കഴിവുകൾ അതൊക്കെ ദൈവനിശ്ചയമാണ്. അപ്പോൾ അതിലൊന്നും എന്ത് ചെയ്യരുത്, ആരും ആരെയും ഒന്നും പറയാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ പോലെ ഇരിക്കും. അത് ആരെയും എന്ത് ചെയ്യരുത്, നമ്മൾ കാരണം ഒരാൾ വേദനിക്കാണ്ട് ഇടവരരുത്. അതിപ്പോൾ ജില്ലനെ കുറിച്ചിട്ടായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണെങ്കിലും ശരി. ഓക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചിലപ്പോൾ ഈ വീഡിയോ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് എന്താ പറയുക എല്ലാവരും നല്ല രീതിക്ക് പോസിറ്റീവായിട്ട് കണ്ട് അത് എന്താ പറയുക അത് എടുക്കുക. അങ്ങനെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് നമ്മളുടെ ഒരു ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യലില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കത് വല്ലാത്ത രീതിയിലൊരു വിഷമമൊക്കെ ഉണ്ടാക്കി ഈ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതും ഇത് ചെയ്തതും.
ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയാൽ ഞാനപ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കോഴിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ കോഴിയില്ല, താറാവാണുള്ളത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അല്ലാതെ എല്ലാ വീഡിയോസും അങ്ങനെ വീഡിയോസ് ചെയ്യലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിനിടയിൽ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യാം, അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക, നല്ലപോലെ ജീവിക്കാം. അപ്പോൾ ഓക്കെ, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ആരെയും കളിയാക്കാതിരിക്കുക, പുച്ഛിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ വേലയും പൂരവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് നല്ല മനസ്സോടുകൂടി അതിൽ വന്നിട്ട് പങ്കെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക, അതിനനുസരിച്ച് നിൽക്കുന്നിടത്ത് നിൽക്കുക. അല്ലാതെ ആൻ്റെ കാൽച്ചുവട്ടിലോ അല്ലെങ്കിൽ വെടിക്കെട്ട് നടക്കണതിൻ്റെ ചുവട്ടിലൊന്നും പോയി നിന്ന് മറ്റുള്ളവർക്ക് പറയാനുള്ളൊരു കാരണം ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അവനവൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. അസ്സലാമു അലൈക്കും ഓൾ ഓഫ് യു. ബൈ.